ഹലോ ഗൈസ്, ഞാൻ എൽജോ എലിസൺ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ പ്രൈവസിയെ കുറിച്ചുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരാൾ, അപ്പോൾ ആളിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അതായത് ChatGPT-യിൽ ആൾ പോയിട്ട് എന്ത് ചെയ്തു, ആളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇമേജ്, അതായത് നമ്മളെക്കുറിച്ച് ChatGPT അല്ലെങ്കിൽ ഇങ്ങനെയുള്ള AI പ്ലാറ്റ്ഫോംസ് എന്താണോ മനസ്സിലാക്കിയേക്കുന്നത് അത് വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിച്ചു തരാമോ എന്ന് ചോദിച്ച് ആളൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ച സമയത്ത് ആൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് എടുത്തു കൊടുത്തു എന്നുള്ളതാണ് ആളിങ്ങനെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. എന്നിട്ട് നമ്മളെപ്പോലുള്ള ആളുകളോട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ ആദ്യമേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒരു 30 സെക്കൻഡൊക്കെ ഉള്ളൂ, നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് വരാം. ChatGPT പോയിട്ട് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. ബേസ്ഡ് ഓൺ വാട്ട് യു നോ അബൌട്ട് മീ, ഡ്രോ എ പിക്ചർ ഓഫ് വാട്ട് യു തിങ്ക് ഓഫ് മൈ ലൈഫ് ഈസ് ലൈക്ക്. അപ്പോ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ChatGPT-ക്ക് അറിയാമെങ്കിൽ അതൊരു കിണ്ണം കാച്ചി പടം ചെയ്തു തരും. എനിക്ക് കിട്ടിയ പടം ഭയങ്കര ആക്യുറേറ്റാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പം നമ്മൾ ആ വീഡിയോയുടെ പോർഷൻ കണ്ടു അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ത്, പ്രൈവസി എന്ന് പറയുന്ന കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോണൊക്കെ ഇത്ര ഇവോൾവ് ആയിട്ട് വന്നിട്ട് അധികം വർഷങ്ങളായില്ല, ഒരു 10 വർഷം 15 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇന്ന് ഈ കാണുന്ന മൊബൈൽ ടെക്നോളജി വികസിച്ച് വന്നതും ഇത്രയും ആളുകളുടെ കയ്യിലേക്ക് ഇത് റീച്ച് കിട്ടിയതുമെല്ലാം ഈ ഒരു കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു 2010 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. സാധാ ഒരു ഫീച്ചർ ഫോണായിരുന്നു നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചുമ്മാ നമുക്ക് നമ്പർ പ്രസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് SMS അയക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മൊബൈൽ മാത്രമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ടെക്നോളജി ഒത്തിരി ഇവോൾവായി, ഒത്തിരി പുതിയ ഫീച്ചറുകൾ ഫോണുകളിൽ വന്നു. ഇന്ന് ഓരോ മൊബൈൽ കമ്പനികളും അവരുടെ പുതിയ ഫീച്ചറുകൾ അവരുടെ ഫോണുകളിൽ കൊണ്ടുവരാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം ഇവരുപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനുകളും നമ്മളെ നിരന്തരമായി ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈവൻ സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ ഈവൻ സംസാരത്തിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒന്നിച്ച് 2-3 ആളുകൾ ഇരുന്ന് ഒരിടത്തിരുന്ന് ഇപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം എന്നൊക്കെ നമ്മൾ സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പിന്നെ സജഷനായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിന് കാരണം ഇവർ കണ്ടിന്യൂസ്ലി നമ്മളെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും തടയിടാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ തന്നെ ഉണ്ട്. നമ്മളെ ലിസൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പല ഡിവൈസുകളിലും തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആപ്പിളിൻ്റെ സിസ്റ്റം ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പല ആളുകളും ഈ ആപ്പിളിൻ്റെ സിസ്റ്റത്തെ കുറ്റം, അതായത് ആപ്പിളിൻ്റെ ഐഫോണിനെ കുറ്റം പറയാറുണ്ട് അല്ലേ, അതിനകത്ത് ഫീച്ചറുകളില്ല കാര്യങ്ങളില്ല എന്ന്. പക്ഷേ ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഈ ആപ്ലിക്കേഷനകത്ത് കാണുന്നുണ്ട്, അത് ബ്ലോക്ക് ചെയ്യണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മളെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനം നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആപ്പിൾ തരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഇതുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പണ്ടൊക്കെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന ലേറ്റസ്റ്റ് വെർഷൻസിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ചുകൂടെ എപ്പോഴും സേഫ്റ്റി ഫാക്ടർ നോക്കുമ്പോഴും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ആപ്പിൾ കുറച്ചുകൂടെ ആ ഒരു കാര്യത്തിൽ യൂസേഴ്സിൻ്റെ കൂടെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ അൺവാണ്ടഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊന്നും നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് സമ്മതിക്കാറില്ല. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ ഒരു തള്ളിക്കയറ്റം പലപ്പോഴും കാണാറുണ്ട്. അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ നമ്മൾ ഓൾറെഡി ആൻഡ്രോയിഡിൻ്റെ ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം. അതിനകത്ത് ഓൾറെഡി കുറേ ആപ്ലിക്കേഷൻസ്, നമ്മൾ സ്റ്റോക്ക് ആയിട്ടുള്ള OS ഉള്ള ഫോൺ അല്ല വാങ്ങുന്നതെങ്കിൽ അതിൽ പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. സോ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ ആൻഡ്രോയിഡ് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പനി നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള, ആൻഡ്രോയിഡിനേക്കാൾ ഉപരി ഈ ഫോൺ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി അവിടെ ഒരു പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫാക്ടർ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കറക്റ്റായിട്ട് മറ്റൊരാൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിനകത്ത് വരുംവരായികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് വാങ്ങണം, എവിടെ പോകണം, എന്ത് കാണിക്കണം, നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന മറ്റൊരു കോർപ്പറേറ്റ് കമ്പനിയാണെങ്കിൽ അത് ശരിക്കും നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്താണെങ്കിലും ആൾ പറഞ്ഞിരിക്കുന്ന എല്ലാവരോടും പോയി ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി നമ്മളെക്കുറിച്ചൊരു ഇമേജ് നമുക്ക് തരാൻ വേണ്ടി കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും
ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അയ്യോ ഞങ്ങൾക്കിത് നോക്കിയിട്ട് കിട്ടുന്നില്ല, ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ ഈ ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിന് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് മറുപടി വന്നതെന്നൊക്കെ. അവർ സന്തോഷിക്കുക ചെയ്യേണ്ടത്. നമ്മളെക്കുറിച്ചൊരു ChatGPT പോലത്തെ ഒരു അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമിനെ അറിയാമെങ്കിൽ നമുക്കിവിടെ എന്താണ് പ്രൈവസി ഉള്ളത്? ചിലർ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളോട് തന്നെ പറയും, നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നമ്മളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിന് പറഞ്ഞു കൊടുത്താൽ അതെന്ത് ചെയ്യും, ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുമെന്ന് അത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ കൊടുക്കണോ? അങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തമാശയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമുക്കൊരു ഇമേജ് അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? ഇങ്ങനെയുള്ള റീൽസ് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ട്രൈ ചെയ്യരുത്. പുള്ളിക്ക് അതിന് നോർമലായിട്ട് തോന്നി, അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ പ്രൈവസി വലിയ വിലയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അതിന് വലിയ വില കൊടുക്കാത്ത ഒരാളാണ് പുള്ളിയെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് അതിനകത്ത് ഒരാളും അത് ചെയ്യണോ ചെയ്യണ്ടായോ എന്ന് നമുക്ക് പറയാനുള്ള അധികാരമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇത് കണ്ടിട്ട്, പുള്ളി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പുള്ളിയുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ പ്രൈവസി, നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന്. അത് ഇനി വരുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ചിന്തിക്കും, അതേപോലെ തന്നെ സ്വയമായിട്ട് ചിന്തിച്ച് വിലയിരുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നാൽ അതിനകത്തുണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് നാളെ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ചിലപ്പം കൊണ്ടെത്തിക്കാം. പക്ഷേ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അത് നാളെ ഫ്യൂച്ചറിലേക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അത് നീങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രൈവസി എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരും അത് കീപ്പ് ചെയ്യാനായിട്ട് വരത്തില്ല. നമ്മൾ എന്ത് വാങ്ങണമെന്നും നമ്മൾ എന്ത് കഴിക്കണമെന്നും നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യണമെന്നും എവിടെ യാത്ര ചെയ്യണമെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ തീരുമാനിച്ചാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും കയറി ഒന്ന് സെർച്ച് ചെയ്യുന്നു, എനിക്ക് ഈ വർഷം ഒരു ഹോളിഡേ പോകണം, അപ്പം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് ഫ്ലൈറ്റ് എടുക്കണം, ഇത്രയൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡിനകത്ത് മൊത്തം പിന്നെ വരുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ ചാർജസും ആ സ്ഥലത്തുള്ള ഡെസ്റ്റിനേഷനിലുള്ള ഹോട്ടലുകളുടെ പരസ്യവും അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാന്നുള്ള. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ചിലർക്ക് ഇതൊരു ഉപകാരമുള്ള ഫീച്ചറായിട്ട് എന്ന് തോന്നിയിരുന്നാൽ പോലും പക്ഷേ ഇത് ശരിക്കും ഒരു ഫീച്ചർ അല്ല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് മറ്റൊരാൾ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്കതൊരിക്കലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. അപ്പം നമ്മൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച്, ഞാൻ പണ്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ ഈ ഫോണിനകത്തുള്ള പെർമിഷൻസ് എല്ലാം ഡിനേ ചെയ്ത് വെക്കുമായിരുന്നു. നമ്മുടെ ക്യാമറ, അതേപോലെ തന്നെ മീഡിയ, ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെ പെർമിഷൻസ് വേണമെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതനുസരിച്ച് പെർമിഷൻസ് മാത്രം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോൺടാക്ട്സിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വേണം ഒരു സാധാ ആപ്ലിക്കേഷൻ. പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവരെല്ലാ പെർമിഷൻസും നമ്മളോട് ചോദിക്കാറുണ്ട്. ക്യാമറ, മീഡിയ, കോൺടാക്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പം ഗൂഗിൾ പേ ഒക്കെ പോലുള്ള ആപ്ലിക്കേഷൻസിനകത്ത് നമ്മുടെ കോൺടാക്ട്സ് ചിലപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു കോൺടാക്ട് എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ ബുക്കിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ടാത്ത ആപ്ലിക്കേഷൻസ് പോലും നമ്മുടെ ഫോണിൽ കിടക്കുന്ന കോൺടാക്ട്സ് റീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലെ സ്റ്റോറേജുമായിട്ട് അല്ലെങ്കിൽ ഇമേജ് ഗാലറി ആയിട്ട് ഒരു ആവശ്യവും ഇല്ലാത്ത, കണക്ഷൻ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് പലതും അതിലേക്ക് ആക്സസ് മേടിക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വിജിലൻ്റ് ആവുക, അതിൻ്റെയൊക്കെ ആക്സസ് ഡിനേ ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇനി കൂടുതൽ ഇങ്ങനെയുള്ള പല വീഡിയോസും വരും. ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ആലോചിക്കുക, ഇത് നമുക്ക് വേണ്ടിയതാണോ, നമുക്കിതുകൊണ്ട് എന്താണ് ഗുണം? ഇങ്ങനെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൈവസി വിറ്റ് തുലയ്ക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രൈവസി നശിപ്പിക്കുന്നതിനകത്ത് എന്താണ് കാര്യമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇമേജ് അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസിന് പ്രോപ്പറായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും സന്തോഷിക്കുക ചെയ്യേണ്ടേ. നാളെ നമ്മളെ ട്രാക്ക് ചെയ്യാനും നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവർ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവരും. ഈ കമ്പനികളെല്ലാം ഇത് ജനറേറ്റ് ചെയ്യുന്ന എന്തിനാ? അവർക്ക് ഫിനാൻഷ്യലി ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി. ഒരാളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റ, അല്ലേ? നിങ്ങളെല്ലാവരും പറയും ഈ ലോകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന്. അത് നമ്മളിൽ പല ആളുകളും പറയുന്നത് എന്താ? ഗോൾഡ്, അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമാണ് നിങ്ങളെല്ലാം പറയാൻ പോകണം, അല്ലേ? പക്ഷേ ഇതിനകത്ത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് ഡേറ്റ. നമ്മുടെ കയ്യിൽ കോടിക്കണക്കിന് ആളുകളുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പോട്ടെ ഒരു 100 പേരുടെ ഡാറ്റ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്തും ചെയ്യാം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾക്ക് കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമ്മളിൽ ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ആളുടെ പേര് നമുക്ക് രാഹുൽ എന്നിടാം. രാഹുലിൻ്റെ കയ്യിൽ ഒരു 1,00,000 പേരുടെ ഡേറ്റ ഉണ്ടെങ്കിൽ
ആ ഡേറ്റയിൽ അവരുടെ എല്ലാം അറിയാം. അവരുടെ ഹോബീസ് എന്താണ്, അവർക്ക് ഇൻട്രസ്റ്റ് എന്താണ്, അവർ ഏത് മേഖലയിലേക്ക് പോകണം, അവർ എന്ത് ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും അറിയാമെങ്കിൽ അവരിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, ഈ രാഹുൽ അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ഒരു ഫേം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവന് റവന്യൂ ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവന് മറ്റുള്ള ആളുകൾക്ക് ഒരു സർവീസ് ആയിട്ട് ഈ ഡേറ്റ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഈ ഡേറ്റ ഉപയോഗിച്ച് അവർക്കൊരു സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം. സോ അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും അൾട്ടിമേറ്റ്ലി ഡേറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി, അവർക്ക് എല്ലാ മേഖലയിലും ആക്സസ് ഉണ്ടെങ്കിൽ, ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിൽ ആക്സസ് ഉണ്ട്, ആളുകൾ ഉപയോഗിക്കുന്ന കാറുകളിൽ ആക്സസ് ഉണ്ട്, ആളുകൾ ഉപയോഗിക്കുന്ന ടി വിയിൽ ആക്സസ് ഉണ്ട്. ഇങ്ങനെ ഒരു വീട്ടിൽ സ്മാർട്ടായിട്ടുള്ള, നമ്മൾ സ്മാർട്ട് ടി വി എന്നൊക്കെ പറഞ്ഞാൽ സ്മാർട്ട് ഹോം അപ്ലയൻസസ് എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാം ആക്സസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് വാങ്ങുന്നു, എന്ത് കാണിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം അവർക്ക് ആക്സസ് ആയിരിക്കും. ഇതെല്ലാം ഡേറ്റയാണ്. സോ അങ്ങനെ അവർ കൂടുതൽ അവരിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആർട്സ് കൊടുക്കാനും കൂടുതൽ റവന്യൂസ് ജനറേറ്റ് ചെയ്യാനും ആകും. ഇതെല്ലാം നമ്മളെ ശരിക്കും വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൈവസി ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അടിയറവ് വെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. നാളെ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവർ കൂടുതൽ പ്ലാറ്റ്ഫോംസ് അഡ്വാൻസ്ഡ് ആക്കിയിരിക്കാം. അത് അപ്പം നമുക്ക് നോക്കാം. അന്നേരം അതിനുള്ള തടകളും അതിനുള്ള മാർഗ്ഗങ്ങളും ആ സമയത്തും മറ്റു ചിലർ കൊണ്ടുവരും. അപ്പോൾ ഒരു പരിധി വിട്ടിത് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡിലും ആൾക്കാരുണ്ടാവും. സോ അപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജികൾ വരുന്നതനുസരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. സോ അതുകൊണ്ട് അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നമ്മുടെ ഡേറ്റാസ് ഒരിക്കലും ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ചിലപ്പോൾ ആളുടെ അറിവുകൾ കൊണ്ടാവാം, ചിലപ്പോൾ ആൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ ആളിങ്ങനെ ഷെയർ ചെയ്തത് കണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അടുത്ത തവണ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അതനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡുള്ള ആടുകളും കാര്യങ്ങളുമായിട്ട് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെ സ്പെൻഡ് ചെയ്യിക്കണമെന്നാണ് ഇവിടെയൊക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം ശ്രമിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന് എതിരഭിപ്രായം നിങ്ങൾ ആർക്കെങ്കിലും, ഓഫ് കോഴ്സ് ഇതിന് എതിരഭിപ്രായമുണ്ട്. ടെക്നോളജിയാണ്, ഇത് ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് തരും, ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ല, പിന്നെ ഇത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.